നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ടേം തന്നെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. നമുക്കറിയാം എന്താണ്, ഖരാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റാം, ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ വാതകാവസ്ഥയിലേക്ക് മാറ്റാം, അതുപോലെ തന്നെ വാതകത്തെ തിരിച്ച് ദ്രാവകമാക്കാം, ദ്രാവകത്തെ തിരിച്ച് ഖരമാക്കാം. ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ആദ്യം ഐസ് നമ്മൾ എന്തെടുത്തു, ഒരു ബോക്സിനകത്തേക്ക് നമ്മൾ ഐസ് എന്തെങ്കിലും, രണ്ടാമത്തെ ബോക്സിനകത്ത് നമ്മൾ വാട്ടർ അല്ലെങ്കിൽ ജലം. അപ്പൊ ഒന്നാമത്തെ കുളത്തില് നമ്മൾ ഐസ്, രണ്ടാമത്തെ കുളത്തില് വാട്ടർ, മൂന്നാമത്തെ കുളത്തിൽ ഞാൻ എന്താ എഴുതി, സ്റ്റീം എന്ന്. എന്തിനാ നമ്മൾ ഇങ്ങനെ എഴുതിയത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഐസിനെ നമ്മൾ എങ്ങനെ വാട്ടർ ആക്കുന്നത്? അതായത് ഐസ് ക്യൂബിനെ നമുക്ക് എങ്ങനെ വാട്ടർ ആക്കാം? ചൂടാക്കിയാൽ പോരെ, ഹീറ്റ് ചെയ്താൽ പോരെ? അപ്പൊ ഹീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചൂടാക്കുന്നു ആണോ? അപ്പൊ ചൂടാക്കുന്നു. അപ്പൊ ചൂടാക്കിയപ്പോൾ ഐസ് എന്തായിട്ട് മാറി? ജലമായിട്ട്, വാട്ടറായിട്ട് മാറി. ഈ വാട്ടറിനെ എങ്ങനെ സ്റ്റീം ആക്കാം, ജലത്തെ എങ്ങനെ നീരാവിയാക്കാം? അവിടെയും ഹീറ്റ് ചെയ്താൽ പോരെ അല്ലെങ്കിൽ ചൂടാക്കിയാൽ പോരെ? ഇനി സ്റ്റീം എപ്പോഴാ തിരിച്ച് വാട്ടറാകാൻ, അതായത് നീരാവി എപ്പോഴാ ജലമാകുന്നത്? അത് കൂൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, തണുപ്പിക്കുമ്പോഴല്ലേ നോക്കിയാണോ? ഇനി വാട്ടർ എങ്ങനെ ഐസ് ആകുന്നത്? അതും എന്ത് ചെയ്യുമ്പോഴാണ്? കൂൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ, തണുപ്പിക്കുമ്പോഴല്ലേ? അപ്പൊ നോക്കിയ ഐസിനെ ചൂടാക്കിയപ്പോൾ അത് വാട്ടറായി, വാട്ടറിനെ ചൂടാക്കിയപ്പോൾ അത് സ്റ്റീം നീരാവിയായി, നീരാവിയെ തണുപ്പിച്ചപ്പോൾ അത് ജലമായി, ജലത്തെ തണുപ്പിച്ചപ്പോൾ അത് എന്തായിട്ട് മാറി? ഐസ് ആയി. ഇനി നോക്കിയ ഐസ് എന്ന് പറയുന്ന ആള് എന്തവസ്ഥയിലുള്ള ആളാണ്? സോളിഡ് സ്റ്റേറ്റിലുള്ള ആളാണ്, ഖരാവസ്ഥയിലുള്ള ആളാണ്. വാട്ടർ എന്ന് പറയുന്നത് എന്തവസ്ഥയിലുള്ള ആളാണ്? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള ആളാണ്. സ്റ്റീം എന്ന് പറയുന്നത് എന്തവസ്ഥയിലുള്ള ആളാണ്? നീരാവി എന്ന് പറയുന്ന ആള് എന്തവസ്ഥയിലുള്ള ആളാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള, വാതകാവസ്ഥയിലുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ സോളിഡിനെ എങ്ങനെ ലിക്വിഡ് ആക്കി മാറ്റാം? ഖരത്തെ എങ്ങനെ ദ്രാവകമാക്കി മാറ്റാം? ചൂടാക്കിയ പോരെ. അപ്പൊ ഖരാവസ്ഥയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്, ഒരു പദാർത്ഥത്തിന്, മാറ്ററിന് ഹീറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ അതിനകത്ത് ചൂട് കൊടുത്താൽ അത് എന്തായിട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കുക എന്നർത്ഥം? അതിന് എനർജി കൊടുക്കുക, എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പൊ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? എനർജി അതിനകത്ത് റിമൂവ് ചെയ്യുക, അതിനകത്ത് എനർജി എടുത്തു മാറ്റുക, ഊർജത്തെ പുറത്തേക്ക് വിടുക, ഊർജത്തെ തിരിച്ചെടുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ സോളിഡിന് എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ഊർജം കൊടുത്താൽ അത് എന്തായിട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ലിക്വിഡിന് ഹീറ്റ് കൊടുത്താൽ, എനർജി കൊടുത്താൽ അത് എന്തായിട്ട് മാറും? ഊർജം കൊടുത്താൽ അത് എന്തായിട്ട് മാറും? വാതകാവസ്ഥയിലേക്ക് മാറും. ഇനി വാതകത്തെ തണുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വാതകത്തിനകത്ത് എനർജി റിലീസ് ചെയ്താൽ, വാതകം എനർജി റിലീസ് ചെയ്താൽ, ഗ്യാസ് എനർജി റിലീസ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. ലിക്വിഡ് എനർജി റിലീസ് ചെയ്യുമ്പോൾ, ഊർജം പുറത്തേക്ക് വിടുമ്പോൾ അത് എന്തായിട്ട് മാറും? തിരിച്ച് സോളിഡ്, ഖരമായിട്ടും. ഇങ്ങനെ ഒരവസ്ഥയിൽ ഇരിക്കുന്ന പദാർത്ഥങ്ങൾ എനർജി വാങ്ങിക്കൊണ്ടോ, ഊർജം വാങ്ങിക്കൊണ്ടോ, അല്ലെങ്കിൽ ഊർജം ലഭ്യമായിക്കൊണ്ടോ, അല്ലെങ്കിൽ ഊർജം പുറത്തു വിട്ടുകൊണ്ടോ ഒരവസ്ഥയിലിരിക്കുന്ന പദാർത്ഥങ്ങൾ മറ്റവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലോ? എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടോ, എനർജി റിലീസ് ചെയ്തുകൊണ്ടോ, ഊർജം ആഗിരണം ചെയ്തുകൊണ്ടോ, ഊർജം പുറത്തു വിട്ടുകൊണ്ടോ. നമ്മളിവിടെ ഊർജത്തിന് പകരം ഹീറ്റ് അല്ലെങ്കിൽ കൂൾഡ് എന്നാണ് എഴുതിയത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനർജി കൊടുക്കുക എന്നർത്ഥം. ഇനി കൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനർജി റിലീസ് ചെയ്യുക എന്നർത്ഥം. അപ്പോ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടോ, എനർജി റിലീസ് ചെയ്തുകൊണ്ടോ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്ററിനെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഊർജം നൽകിക്കൊണ്ടോ, ഊർജം പുറത്തു വിട്ടുകൊണ്ടോ ഒരവസ്ഥയിലിരിക്കുന്ന പദാർത്ഥത്തിനെ മറ്റൊരവസ്ഥയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ, മാറ്റുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അവസ്ഥാ പരിവർത്തനം എന്ന് പറയും. ഓക്കെയാണോ? ഇനി നോക്കിയേ, ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി.
ഖരത്തിനെ ചൂടാക്കിയാൽ അത് ദ്രാവകമായിട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ ദ്രാവകത്തെ ചൂടാക്കിയാൽ അത് നീരാവിയായിട്ട് അല്ലെങ്കിൽ എന്താ വാതകമായിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇത് ഇങ്ങനെ അല്ലാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നമുക്കറിയാം ഖരാവസ്ഥയിലിരിക്കുന്ന കർപ്പൂരം ആണോ? കർപ്പൂരം നിങ്ങൾക്കറിയാം എന്തവസ്ഥയിലായിരുന്നു? ഖരാവസ്ഥയിലായിരുന്നു. ഈ ഖരാവസ്ഥയിലിരിക്കുന്ന കർപ്പൂരത്തിനെ നമ്മൾ ചൂടാക്കിയപ്പോൾ അത് എന്തവസ്ഥയിലേക്ക് മാറി? ദ്രാവകാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു? ഇല്ലല്ലോ. നമ്മള് കർപ്പൂരം ഇങ്ങനെ ഉരുകി വെള്ളമായിട്ട് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും? ഇല്ല. പക്ഷെ അത് എന്തായിട്ട് മാറി? നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറി. നമ്മൾ പഠിച്ചു സോളിഡിന് ഹീറ്റ് കൊടുത്താൽ അത് ലിക്വിഡ് ആകും, അതിനുശേഷമാണ് അത് എന്തായിട്ട് മാറുന്നത്? ഗ്യാസ്, വാതകമായിട്ട് മാറുന്നത്. അതായത് ഖരത്തിന് ഊർജം കൊടുത്തു കഴിഞ്ഞാൽ, ചൂടാക്കി കഴിഞ്ഞാൽ അത് ദ്രാവകമാകും, അതിനുശേഷമാണ് അത് എന്തായിട്ട് മാറുന്നത്? വാതകാവസ്ഥയിലേക്ക് മാറുന്നത് എന്ന് നമ്മളിപ്പോ പറഞ്ഞു. അതാണല്ലോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ചില ആൾക്കാർ ആരാണ്? കർപ്പൂരം, നാഫ്തലീൻ, അയഡിൻ മുതലായ ആൾക്കാർ, അതായത് കർപ്പൂരം, പച്ച, ഗുളിക, നാഫ്തലീൻ ഇവർ പോലുള്ള അയഡിൻ മുതലായ ആൾക്കാര് ചൂടാക്കുമ്പോൾ അത് എന്തായിട്ട് മാറില്ല? ലിക്വിഡ് ആകാതെ നേരിട്ട് എന്തവസ്ഥയിലേക്ക് മാറും? വാതകാവസ്ഥയിലേക്ക് മാറും. അതായത് ചില ഖരപദാർത്ഥങ്ങള് ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് എന്തവസ്ഥയിലേക്ക് മാറും? വാതകാവസ്ഥയിലേക്ക് മാറും. ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് എന്ത് പേര്? സബ്ലിമേഷൻ അഥവാ എന്തെന്ന് വിളിക്കും? ഉത്പതനം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള പുതിയ ടേം എന്താണ്? സബ്ലിമേഷൻ അഥവാ ഉത്പതനം. എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിന്, ഒരു മാറ്ററിന് ഹീറ്റ് കൊടുക്കുമ്പോൾ ലിക്വിഡ് ആകാതെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയി മാറുന്ന ഫിനോമിനനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്ന് പറയുന്നത്. അതായത് ചില ഖരപദാർത്ഥങ്ങള് ചൂടാക്കുമ്പോൾ എന്താകാതെ, ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രവർത്തനത്തെ, ആ ഫിനോമിനനെ, ആ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉത്പതനം എന്ന് പറയുന്നത്. ഉത്പതന സ്വഭാവമുള്ള ആൾക്കാർ ആരൊക്കെയായിരുന്നു? കർപ്പൂരം, പാറ്റ, ഗുളിക, പിന്നെ ആരായിരുന്നു? അയഡിൻ. ആരൊക്കെയായിരുന്നു? ക്യാംഫർ, നാഫ്തലീൻ, അയഡിൻ. ഓക്കെയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ആദ്യം പറഞ്ഞത്? എന്താണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം എന്ന് പറഞ്ഞു? എങ്ങനെയാണ് അവസ്ഥാ പരിവർത്തനം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നത്? എനർജി കൊടുത്തുകൊണ്ടോ എനർജി റിലീസ് ചെയ്തുകൊണ്ടോ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പദാർത്ഥത്തെ മറ്റവസ്ഥയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ, മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിച്ചത്. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്നാൽ എന്ത് പഠിച്ചു? എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ? സോളിഡ്സ് ലിക്വിഡ് ആകാതെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയി മാറുന്ന, ഖരം ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രവർത്തനത്തെ, പ്രതിഭാസത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, ഒരു സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരാള് ലിക്വിഡ് ആകുമ്പോൾ, അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്, സോളിഡിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, അതിലെ കണികകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ സോളിഡ് എന്തായിട്ട് മാറുമ്പോൾ? ലിക്വിഡ് ആയിട്ട് മാറും. അതായത് ഖരം ദ്രാവകമായിട്ട് മാറുമ്പോൾ അതിലെ കണികകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിലെ കണികകൾക്കുണ്ടാകുന്ന ആകര വ്യത്യാസം, അതൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഒരു ടേബിളിലൂടെ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു വലിയ ടേബിൾ ഉണ്ട്, അതിലെ ഒരു ചെറിയ പോർഷൻ മാത്രം ഞാനിവിടെ പറയുന്നത്. ഏതാണ്? ഖരം ദ്രാവകമായി മാറുമ്പോൾ ഉണ്ടാകുന്ന കണികകൾക്കുണ്ടാകുന്ന മാറ്റം. ഇവിടെ നോക്കുന്നത് നമ്മൾ ഖരാവസ്ഥയിലെ കണികൾക്കുണ്ടാകുന്ന മൂവ്മെന്റ് നോക്കാം നമുക്ക്, അല്ലേ? എന്താണ്? ഖരം ദ്രാവകമായിട്ട് മാറിയപ്പോൾ അതിലെ പാർട്ടിക്കിളുകൾ, അതായത് ഖരാവസ്ഥയിലിരുന്ന പാർട്ടിക്കിളുകൾ, ഖരാവസ്ഥയ്ക്കുള്ളിലുള്ള പാർട്ടിക്കിളുകളുടെ മൂവ്മെന്റ് എന്ത് മാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ ചലനത്തിന്, ചലന സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. ഖരം ദ്രാവകമായി മാറുമ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടേബിളിൽ പഠിച്ചു. ഖരത്തിനെ അപേക്ഷിച്ച് ദ്രാവകത്തിലെ പാർട്ടിക്കിളുകൾക്ക് എന്ത് കൂടുതലാണ്? ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്. അപ്പോൾ ഖരം ദ്രാവകമാകുമ്പോൾ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിളുകളുടെ മൂവ്മെന്റും എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യേണ്ടേ. അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാം? സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ പാർട്ടിക്കിളുകളുടെ മൂവ്മെന്റ് എന്ത് ചെയ്യും? കൂടും. ഖരം ദ്രാവകമാകുമ്പോൾ കണികകളുടെ ചലന സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇനി അടുത്തത് അട്രാക്ഷൻ. അട്രാക്ഷൻ അഥവാ ആകർഷണം.
അതായത് ഖരം ദ്രാവകമായിട്ട് മാറുമ്പോൾ ആ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് കൂടുതൽ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ കുറയുന്നോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഖരം ദ്രാവകമാകുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലമുള്ള ഇത് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദ്രാവകത്തിന് എന്ത് കുറവാണ്? അതിലെ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? കുറവാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഖരം ദ്രാവകമാകുമ്പോൾ ആ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോ എന്താണ്? ഖരം ദ്രാവകമാകുമ്പോൾ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ ആ പാർട്ടിക്കിളുകൾക്ക് അതിനകത്തുണ്ടായിരുന്ന കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറയും. അടുത്തതാണ് ഡിസ്റ്റൻസ്. പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അകലം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ. കണികകൾ തമ്മിലുള്ള അകലം. ഖരത്തിലെ നമുക്ക് ആ പടത്തിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പടം ഉണ്ടല്ലേ, പാർട്ടിക്കിളുകൾ വരച്ച പടം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോളിഡിനകത്ത് പാർട്ടിക്കിളുകൾ വളരെ അടുത്തടുത്തായിട്ടാണ് ഇരുന്നത്, ലിക്വിഡിനകത്ത് കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ പാർട്ടിക്കിളുകൾ തമ്മിൽ കുറച്ച് അകലം വരില്ലേ. അതായത് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് കൂടും. അതായത് ഖരം ദ്രാവകമാകുമ്പോൾ കണികകളുടെ ചലന സ്വാതന്ത്ര്യം കൂടുന്നു. അവർ തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണ ബലം, കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. അടുത്തത് എന്താ പറയുന്നത്? ഡിസ്റ്റൻസ്, കണികകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അടുത്തത് ഫൈനൽ വൺ എന്താണ്? എനർജി അഥവാ ഊർജം എന്ത് സംഭവിക്കുന്നു നോക്കാം നമുക്ക്. കണികകൾ, ഖരാവസ്ഥയിലുള്ള കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോടെ? ഇല്ല. എന്തുകൊണ്ടായില്ല എന്നത്? അവർക്ക് എനർജി കുറവാണ്. അപ്പോ സോളിഡിന് എന്ത് കുറവാണ്? ഖരാവസ്ഥയിലുള്ള കണികകൾക്ക് എന്ത് വളരെ കുറവാണ്? എനർജി വളരെ കുറവാണ്. ലിക്വിഡിന് കുറച്ച് ചലന സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിന് എനർജി ഒരു അല്പം കൂടുതലാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? സോളിഡിനെ വെച്ച് നോക്കുമ്പോൾ ഖരത്തെ അപേക്ഷിച്ച് ലിക്വിഡിന്, ദ്രാവകാവസ്ഥയ്ക്ക് ഒരല്പം എന്ത് കൂടുതലാണ്? ഊർജം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഖരം ദ്രാവകമായിട്ട് മാറുമ്പോൾ എനർജി എന്ത് ചെയ്യണം? കൂടണ്ടേ? അപ്പോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്നാൽ ഈ ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റ്? ആദ്യം സോളിഡ്, അതിനുശേഷം ലിക്വിഡ്, അതിനുശേഷം ഗ്യാസ്. ഇതാണ് ഏറ്റവും ലോവർ സ്റ്റേറ്റ്. ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, അതായത് താഴ്ന്ന അവസ്ഥകളിൽ നിന്ന് ഉയർന്ന അവസ്ഥകളിലേക്ക് പോകുമ്പോൾ കണികകളുടെ മൂവ്മെന്റ്, ചലന സ്വാതന്ത്ര്യം കൂടും, ആകർഷണ ബലം കുറയും, അവർ തമ്മിലുള്ള അകലം കൂടും, അവരുടെ ആ പാർട്ടിക്കിളുകളുടെ, കണികകളുടെ ഊർജം കൂടുമെന്നല്ലേ. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമുക്ക് എന്തിന് കിട്ടുന്നത്? ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ കിട്ടുന്നത്. ഓക്കെയാണോ? ഇനി സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആകുമ്പോൾ, ഖരം നേരിട്ട് വാതകമാകുമ്പോഴും ഇതേ പ്രത്യേകതയല്ലേ കിട്ടുന്നത്. കാരണം ലോവർ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാളെ ഹയർ സ്റ്റേറ്റിലേക്ക് പോകുമല്ലേ. അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ പോലെ ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക്, താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്ന അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരെണ്ണം പഠിച്ചാൽ മതി. ഇത് ഏതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം? സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ, സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആകുമ്പോൾ. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നേരെ തിരിച്ചു വരുമ്പോഴാണ്. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് വരുമ്പോൾ ഇതിന് ഇവിടെ എന്തൊക്കെയാണോ കൂടിയത് അതെല്ലാം കുറയും. ഇവിടെ എന്താണോ കുറഞ്ഞത് അതെല്ലാം എന്ത് ചെയ്യും? കൂടും. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഞാൻ പറഞ്ഞു ഒരു ടേബിൾ ഉണ്ട്. അപ്പൊ ആ ടേബിള് ഒന്ന് എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. എന്തായിട്ട് മാറുന്നു എന്ന കാര്യം. താഴ്ന്ന ലെവലിൽ നിന്ന് ഉയർന്ന ലെവലിലേക്കാണ് പോകുന്നതോ അല്ലെങ്കിൽ ഉയർന്ന ലെവലിൽ നിന്ന് താഴ്ന്ന ലെവലിലേക്കാണോ പോകുന്നത് എന്ന കാര്യം ആലോചിച്ചിട്ട് ഒന്ന് ചെയ്യാൻ നോക്കുക. അത് ഒന്നുകിൽ കൂടുന്നുവെങ്കിൽ കൂടുന്നെന്ന് എഴുതുക, കുറയുന്നുവെങ്കിൽ കുറയുന്നുവെന്ന് എഴുതുക. ഓക്കെയാണോ? അപ്പൊ നമ്മള് ഇന്ന് എത്ര കാര്യങ്ങളായി? 3 കാര്യങ്ങളായി. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? എന്താണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു? എന്താണ് സബ്ലിമേഷൻ, ഉത്പാദനം എന്നാൽ എന്തെന്ന് പറഞ്ഞു. അതിനുശേഷം സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ അതിലെ പാർട്ടിക്കിളുകൾക്ക് ഉണ്ടാകുന്ന മാറ്റം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിനടുത്ത് മാവില് നല്ലൊരു മാങ്ങ പഴുത്ത് നിൽക്കുകയാണ് അല്ലെ. ചക്ക പഴുത്ത് നിന്നാലും മതി, അതിന്റെയൊക്കെ മണം നമ്മുടെ മൂക്കിൽ കിട്ടും അല്ലെ.
നമുക്ക് ആ പഴുത്ത് നിൽക്കുന്ന ചക്കയുടെയും പഴുത്ത് നിൽക്കുന്ന മാങ്ങയുടെയും അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അടുക്കളയിൽ മീൻ പൊരിക്കുമ്പോൾ ആ പൊരിച്ച മീനിന്റെ മണമൊക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അടച്ചു വെച്ചിരിക്കുന്ന നല്ലപോലെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു മുറിയിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മുറി ആകെ അതിന്റെ മണം വ്യാപിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടെ? ഇതൊക്കെ നമ്മൾ അറിയുന്നതാണ് ആണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മണം വ്യാപിച്ചത് അല്ലെ? അപ്പൊ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടേമാണ് ഡിഫ്യൂഷൻ. എന്താണ് സാധനം? ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ അല്ലെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? വ്യാപനം. അപ്പൊ നമുക്കറിയാം എല്ലാ പാർട്ടിക്കിളുകളും ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാ പദാർത്ഥവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ടൈനി പാർട്ടിക്കിളുകൾ കൊണ്ടാണ്, സൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ്. അപ്പോ നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം, ഇവരിലെല്ലാം പാർട്ടിക്കിളുകൾ ഇരിക്കുമ്പോൾ അവർക്കെല്ലാം ചലന സ്വാതന്ത്ര്യമുള്ള ആൾക്കാരുണ്ട്, ചിലരിൽ ചലന സ്വാതന്ത്ര്യം ഇല്ലാന്നൊക്കെ നമുക്കറിയാം. അപ്പോ ഇതിനകത്ത് വാതകാവസ്ഥയിലേക്ക് നോക്കുമ്പോൾ, വാതകത്തിന്റെ പ്രത്യേകത നോക്കുമ്പോൾ അതിലെ പാർട്ടിക്കിളുകൾക്ക് എന്ത് കൂടുതലാണ്? ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടുതലാണ്, ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ചലന സ്വാതന്ത്ര്യമുള്ള പാർട്ടിക്കിളുകൾ സ്വന്തമായിട്ട് കൂടിക്കലരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫ്യൂഷൻ അഥവാ വ്യാപനം. ഇങ്ങനെ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപനം സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാങ്ങ പഴുത്തതിന്റെ മണവും ആ ചക്ക പഴുത്തതിന്റെ മണവും ആ പൊരിച്ച മീന്റെ മണവും ആ മുറി മൊത്തം ചന്ദനത്തിരിയുടെ ആ സുഗന്ധം വ്യാപിച്ചതും ഒക്കെ എന്ത് നടന്നത് കൊണ്ടാണ്? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ, ആ ഒരു പ്രോസസ്സ് നടന്നത് കൊണ്ടാണ്. അപ്പൊ എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അതായത് ചലന സ്വാതന്ത്ര്യമുള്ള കണികകള് സ്വയമേവ, ആരെങ്കിലും പറഞ്ഞിട്ടാണോ? സ്വയമേവ പരസ്പരം കൂടിക്കലർന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്ന് പറയാം. ആരെങ്കിലും പറഞ്ഞിട്ടാണോ അവിടെ മാങ്ങ പഴുത്തതിന്റെ മണം നമ്മുടെ മൂക്കിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും വേസ്റ്റ് കുഴിയുടെ ആ ഒരു സ്മെല്ല്, ബാഡ് സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് വരുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണോ? ഇല്ല. അപ്പൊ സ്വന്തമായിട്ട് സ്വയമേവ കൂടിക്കലർന്ന് നമ്മുടെ മൂക്കിലേക്ക് വരികയല്ലേ? ആ വായുവിലെ കണങ്ങളുമായിട്ട് കൂടി ചേർന്നത് കാറ്റടിച്ച് കാറ്റിൽ ഒഴുകി നമ്മുടെ മൂക്കിലേക്ക് വരികയല്ലേ? അപ്പോ ആ ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? ചലന സ്വാതന്ത്ര്യമുള്ള കണികകള് സ്വയമേവ പരസ്പരം കൂടിക്കലരുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്ന് പറയും. എന്താ അപ്പോഴും ഒന്നുകൂടെ പറയാം, എന്താണ്? ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കൂടിക്കലരുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡിഫ്യൂഷൻ അഥവാ വ്യാപനം. ഈ ഡിഫ്യൂഷന്റെ ഡെയിലി ലൈഫിലെ എക്സാമ്പിളുകളായിരുന്നു എന്താണ്? പഴുത്ത മാങ്ങയുടെ മണം നമുക്ക് കിട്ടുന്നത്, പഴുത്ത ആ ചക്കയുടെ മണം നമുക്ക് കിട്ടിയത്, സുഗന്ധങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത്, ബാഡ് സ്മെല്ലൊക്കെ അറിയാൻ പറ്റുന്നത് ഒക്കെ എന്താണ്? ഡിഫ്യൂഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇത് നോക്കി, ഡിഫ്യൂഷനും ടെമ്പറേച്ചറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷന്റെ റേറ്റ് കൂടുതലായി. അതായത് ചൂട് കൂടുന്നതിനനുസരിച്ച് വ്യാപനത്തിന്റെ റേറ്റ് കൂടും. നമുക്കറിയാം ചൂട് കൂടുക എന്ന് പറഞ്ഞാൽ എനർജി കൂടുക. അപ്പൊ എനർജി കൂടുമ്പോൾ പാർട്ടിക്കിളുകൾക്ക് ഒരുപാട് സ്ഥലത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് വ്യാപിച്ചു പോകാനായിട്ടുള്ള കഴിവില്ലേ? അപ്പൊ ഡിഫ്യൂഷന്റെ റേറ്റ് എപ്പോഴും കൂടും? ടെമ്പറേച്ചർ കൂടുന്നതിന് ആനുപാതികമായിട്ട് ഡിഫ്യൂഷന്റെ റേറ്റും കൂടും. ഇത് നോക്കിയേ, സോളിഡ്സിലാണോ, ലിക്വിഡ്സിലാണോ, ഗ്യാസിലാണോ, ഖരത്തിലാണോ, ദ്രാവകത്തിലാണോ, വാതകാവസ്ഥയിലാണോ ഏറ്റവും നല്ലപോലെ വ്യാപനം ഡിഫ്യൂഷൻ നടക്കുന്നത്? നമുക്കറിയാം ഏതിലാ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉള്ളത്, ഏത് അവസ്ഥയിലാണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ് കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലുള്ളത്? വാതകാവസ്ഥയിലാണ്. അപ്പോ ഓൾറെഡി നമുക്കറിയാം വാതകാവസ്ഥയിലാണ് എന്തും കൂടുതലായിട്ട് നടക്കുന്നത്? വ്യാപനത്തിന്റെ നിരക്കും കൂടുതൽ. ഇപ്പൊ രണ്ട് കാര്യം നമ്മൾ പഠിച്ചു. വ്യാപനത്തിന്റെ നിരക്ക്, ടെമ്പറേച്ചർ കൂടുമ്പോൾ വ്യാപനത്തിന്റെ നിരക്ക് കൂടും, താപനില കൂടുന്നതനുസരിച്ച് വ്യാപനത്തിന്റെ തോത് കൂടും. അതുപോലെ തന്നെ ഖരത്തെയും ദ്രാവകത്തെയും അപേക്ഷിച്ച വാതകങ്ങളിലാണ് എന്ത് കൂടുതൽ? വ്യാപനത്തിന്റെ നിരക്കും കൂടുതൽ എന്ന് നമുക്ക് അറിയാം. ഓക്കെയാണോ? ഇപ്പൊ ഡിഫ്യൂഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഓൾറെഡി പഠിച്ച കാര്യമാണ് എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് മിക്സ്ചർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ശുദ്ധ പദാർത്ഥം.
മിശ്രിതം. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന്? പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസ്. എപ്പോഴാണ് ഒരാൾ പ്യുവർ ആയിട്ടിരിക്കുന്നത്? അതിനകത്ത് പല പല ആൾക്കാർ ഇല്ലാതാകുമ്പോൾ അതെന്താണ്? അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഒരേ സ്വഭാവത്തോടുള്ള ആൾക്കാരാണെങ്കിൽ അതെന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പ്യുവർ സബ്സ്റ്റൻസിന് ഒരു ഡെഫിനിഷൻ കൊണ്ടുവരാം? മെറ്റീരിയൽസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡന്റിക്കൽ നേച്ചർ. അതായത് ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത സ്വഭാവമുള്ള ഡിഫറെന്റ് നേച്ചറോട് കൂടിയ പാർട്ടിക്കിളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മിക്സർ അഥവാ മിശ്രിതം എന്ന് വിളിച്ചൂടെ? അപ്പോ സെയിം നേച്ചറുള്ള പാർട്ടിക്കിളുകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പ്യുവർ സബ്സ്റ്റൻസ്. ഒരേ സ്വഭാവത്തോടു കൂടിയ കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥങ്ങളെന്നും, ഡിഫറെന്റ് നേച്ചറോട് കൂടിയ പാർട്ടിക്കിൾ അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? മിശ്രിതം എന്നും പറഞ്ഞു. നമുക്കൊരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ വാട്ടർ എന്ന് എഴുതി, അല്ലെങ്കിൽ ജലം. നോക്കിയേ, ജലത്തിനകത്തുള്ള കണികകൾക്കെല്ലാം ഒരേ സ്വഭാവമല്ലേ? എല്ലാം ജലകണികകളല്ലേ ഇരിക്കുന്നത്? ആ എല്ലാ ജലകണികകൾക്കും ഒരേ സ്വഭാവമല്ലേ ഉള്ളത്? ഇനി ഈ വാട്ടറിനകത്തേക്ക് ഞാൻ കുറച്ച് എന്തിട്ടു? പഞ്ചസാര എടുത്തിട്ടു. അപ്പോ ഷുഗർ സൊല്യൂഷൻ ഉണ്ടായി. എന്തുണ്ടായി? ഷുഗർ സൊല്യൂഷൻ ഉണ്ടായി. ഈ ഷുഗർ സൊല്യൂഷൻ ആരുടെ എക്സാമ്പിൾ ആണ്? മിക്സ്ചറിന്റെ എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ടാണ്? ഷുഗറിന്റെ പ്രോപ്പർട്ടി ആണോ അതിനകത്തിരിക്കുന്ന വാട്ടറിന്റെ പ്രോപ്പർട്ടി? അല്ല. രണ്ടിനും രണ്ട് സ്വഭാവമല്ലേ ഉള്ളത്? അപ്പോ വ്യത്യസ്ത സ്വഭാവമായില്ലേ? രണ്ടുപേർക്കും രണ്ട് സ്വഭാവമായില്ലേ? അപ്പോ വ്യത്യസ്ത സ്വഭാവം ഉള്ളത് കൊണ്ട്, അങ്ങനെയുള്ള കണികളാൽ നിർമ്മിതമായതുകൊണ്ട് ഈ ഷുഗർ സൊല്യൂഷനെ എന്തെന്ന് വിളിക്കാം? മിക്സർ എന്ന് വിളിച്ചൂടെ? അപ്പൊ നമ്മൾ പറഞ്ഞത് പ്യുവർ സബ്സ്റ്റൻസിനെയും മിക്സറിനെയും കുറിച്ചാണ്. എന്തായിരുന്നു പ്യുവർ സബ്സ്റ്റൻസ്? ഐഡന്റിക്കൽ നേച്ചറോട് കൂടിയ പാർട്ടിക്കിളുകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ, അതായത് ഒരേ സ്വഭാവത്തോട് കൂടിയ കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ മിക്സ് എന്താ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിച്ചു. ഡിഫറെന്റ് നേച്ചറുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ മിശ്രിതം അഥവാ മിക്സർ എന്ന് വിളിച്ചു. എക്സാമ്പിൾ പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വാട്ടർ പറഞ്ഞു. ഇനി മിക്സറിന് എക്സാമ്പിൾ ആയിട്ട് എന്തും പറഞ്ഞു? ഷുഗർ സൊല്യൂഷനും പറഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. എന്തൊക്കെയാണ് പറഞ്ഞത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു. അതിനുശേഷം എന്താ നമ്മൾ പറഞ്ഞത്? സബ്ലിമേഷൻ പറഞ്ഞു. പിന്നെ എന്താ? സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആ പാർട്ടിക്കിളുകൾക്ക് ഉണ്ടാകുന്ന പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഡിഫ്യൂഷനും പറഞ്ഞു. അതിനുശേഷം ഇപ്പോ എന്തും കൂടെ പറഞ്ഞു നിർത്തി? പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും നമ്മൾ പറഞ്ഞു.